എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ നല്ല നഷ്ടമായി പോയനെ. അടിപൊളിന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മള് കുഞ്ഞപ്പന് സർപ്രൈസ് കൊടുക്കാൻ പോവാണ് കേട്ടോ. കുറെ നാളായി നമ്മളൊരു സ്ഥലത്ത് പോണമെന്ന് വിചാരിക്കുന്നു. കുഞ്ഞപ്പന് ഭയങ്കര സന്തോഷമുള്ള സ്ഥലമാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഓരോ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ മുടങ്ങി ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇവന് ക്ലാസ് ഇല്ലാത്ത ശനിയാഴ്ചയോ ഞായറാഴ്ചയോ പോകാൻ എപ്പോഴും ഓർക്കും. പക്ഷെ ആ ദിവസം വേറെ എന്തെങ്കിലും പരിപാടി വരും. അപ്പൊ ഇന്ന് എന്ത് വന്നാലും പോണോന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. നല്ല മഴയാണ് കേട്ടോ. പക്ഷെ മഴയാണെന്ന് വിചാരിച്ചിരുന്ന പിന്നെ പോക്ക് മുടങ്ങും. കുഞ്ഞെ, സന്തോഷാണോ? ഹാപ്പിയാണോ? ഒരു ഇൻഡോർ പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതൊരു അടിപൊളി പാർക്കാണ്. കുട്ടികൾക്ക് ടോയ്സും ഗെയിംസും ഒക്കെ കളിക്കാൻ അർമാദിക്കാൻ പറ്റുന്നൊരു പാർക്കാണ്. ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് മഴയില്ല. അത് ഇപ്പൊ നമ്മൾ റോഡിൽ എത്തിയപ്പോഴത്തേക്കും പിന്നെയും മഴയായി. നിങ്ങൾക്ക് ഈ ചില്ല് കാണുമ്പോൾ അറിയാൻ നോക്കിക്കേ, നല്ലോണം മഴത്തുള്ളികളൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ ഓർത്തു വലിയ മഴ ഉണ്ടാവില്ലെന്ന്. പക്ഷെ ഇതിപ്പോ മഴ കൂടി വരുന്നുണ്ട്. എന്നാലും നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ മഴ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സത്യം പറഞ്ഞാൽ ഇന്ന് കുഞ്ഞപ്പനെ ക്ലാസ് വെച്ചതാണ് കേട്ടോ. സ്കൂളിൽ ക്ലാസ് ഉണ്ടെന്നാണ് ഗ്രൂപ്പിൽ അറിഞ്ഞത്. അപ്പോൾ അയ്യോ, ശനിയാഴ്ചയും ക്ലാസ് ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഒരു ഇതിലിരിക്കായിരുന്നു. അപ്പോഴാണ് മിസ് പിന്നെയും ഗ്രൂപ്പിലിട്ടത് KG-ക്കാർക്ക്, അതായത് LKG UKG-ക്കാർക്ക് മാത്രമില്ല, ബാക്കിയുള്ളവർക്കുണ്ടെന്ന്. അപ്പൊ ഇവൻ LKG ആണല്ലോ. അപ്പൊ ഭാഗ്യത്തിന് കുഞ്ഞപ്പനത്തെ ക്ലാസ് ഇല്ലല്ലേ കുഞ്ഞെ? ഇല്ല. അപ്പൊ ഇന്ന് ഞങ്ങൾ കറങ്ങാൻ പോവാണ്. കുഞ്ഞപ്പനാണെങ്കിൽ ഷൂ ഇട്ടിട്ടില്ല കേട്ടോ. ഒരു നല്ല സോക്സ് മേടിച്ച് വേണം ഷൂ ഇടാൻ. സോക്സ് ഒക്കെ നോക്കിയിട്ട് എല്ലാം പഴയതായിട്ടിരിക്കുന്നത്. അപ്പൊ പോകുന്ന വഴി വാങ്ങിക്കാന്ന് വിചാരിച്ചാണ് ഇടാണ്ട് വെച്ചിരുന്നത്. പക്ഷെ മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കൈ സോക്സ് വാങ്ങിക്കാൻ വേണ്ടി. 500 ഇവിടെ 500 ഞാൻ പറയാം 500 ആണോ? ഗൈസ്, അപ്പൊ സോക്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നു. കുഞ്ഞപ്പന് അച്ഛൻ സോക്സും ഷൂ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ അടുത്തൊരു കടയിൽ നിർത്തി ഞാൻ വാങ്ങിച്ചാണ്. അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല. കുഞ്ഞപ്പ സോക്സ് ഇഷ്ടപ്പെട്ടോടാ? ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അച്ഛൻ ബുദ്ധിപൂർവ്വം വേറെ റൂട്ടിൽ കൂടി പോയതാണ്. പക്ഷെ അവിടെയും ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഏത് റൂട്ടിൽ കൂടി പോയാലും ബ്ലോക്കാണ്. അങ്ങനെ ഉച്ച സമയമായി കേട്ടോ. നമ്മൾ തൃപ്പൂണിത്തറ പേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു കടയിൽ നിന്ന് മന്തി കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ആ കടയിൽ നിന്ന് ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞിട്ട് ആ കടയിൽ നോക്കി പോയതാണ്. ഒരു കുഞ്ഞു പൊടിക്കാച്ച് കടയാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ കടയിൽ എന്തോ പുതുക്കിപ്പണിയൊക്കെ നടക്കുവാണ്. അവിടെ ഒന്നുമില്ല. അപ്പൊ അതേ ഞങ്ങൾ നേരെ നടന്നപ്പോഴാണ് 100 രൂപയ്ക്ക് ബിരിയാണി, 60 രൂപയ്ക്ക് ഊണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടത് കേട്ടോ. ഒന്നും നോക്കിയില്ല, ആ കടയിലോട്ട് കയറി. 100 രൂപയുടെ ഒരു ബിരിയാണിയാണ് നമ്മൾ പറഞ്ഞത്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. 2 ചിക്കൻ ഫ്രൈഡ് പീസാണ് ഉണ്ടായിരുന്നത്. നല്ലോണം അതിനെ പൊരിച്ച് മുരിച്ച് നമുക്ക് കടിച്ച് തിന്നുമ്പോൾ തന്നെ ഭയങ്കര ഒരു തൃപ്തി തോന്നും. അങ്ങനത്തെ ബിരിയാണി ആയിരുന്നേ. സാധാരണ ഏത് കടയിൽ പോയാലും ഞാനും കുഞ്ഞപ്പനും ഒരു ബിരിയാണിയെ വാങ്ങിക്കുള്ളൂ. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഷെയർ ചെയ്ത് കഴിക്കും. അത് ഞങ്ങൾക്ക് ധാരാളമായിരിക്കും. ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ. 100 രൂപയുടെ ഈ ഒരു ബിരിയാണി ഞങ്ങൾക്ക് 2 പേർക്കും വയറ് നിറച്ച് കഴിക്കാനുള്ളതുണ്ടായിരുന്നു. അങ്ങനെ അത് അവിടെ നിന്ന് സമാധാനത്തോടെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഈ ഒരു കോലമായി കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ പൊള്ളുന്ന വെയിലും ചൂടൊക്കെയാണ്. പോകുന്ന വഴി എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സാ, ടോപ്പാ എന്തെങ്കിലുമൊക്കെ കണ്ട അതൊക്കെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് പോവാണ്. ഒരുപാട് സോളാർ പാനൽസ് ഇങ്ങനെ ഒരു മിൽമ ഫാക്ടറിയുടെ സൈഡിൽ അടുക്കി വെച്ചിരിക്കുന്നു. അത് ചുമ്മാ വീഡിയോ എടുത്തു. കെട്ടിട കൊടുമരം വീഡിയോ എടുത്തു. നല്ല വലിപ്പമുണ്ട് കേട്ടോ അതിന്. ഗൈസ്, അപ്പൊ നമ്മളൊരു പാലം കയറാൻ പോവാണ്. കയറി കഴിഞ്ഞു. നല്ല ബ്ലോക്കാണ് കേട്ടോ. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. എന്താണ് ഇത്ര ബ്ലോക്ക് എന്നറിയില്ല. അപ്പൊ ഈ പാലം കയറി ഇറങ്ങിയിട്ട് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ പാർക്ക് വരുന്നത്. ഇൻഡോർ പാർക്കാണ്. തൃപ്പൂണിത്തറ ഇരുമ്പനം കേട്ടോ. ഇരുമ്പനമാണ് സ്ഥലം. സ്റ്റുഡിയോ ഉണ്ട് ഇവിടെ. സ്റ്റുഡിയോ ഉണ്ട് ഗൈസ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേരളാസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഗാഡ്ജറ്റ് ഫ്രീ പ്ലേ ആൻഡ് പാർട്ടി സോൺ ഫോർ ഓൾ എന്ന്. ഓപ്പൺ നൗ ഈ സ്ട്രീറ്റ് കാർണിവൽ മാൾ. അവിടെ ചെന്നപ്പോൾ കുഞ്ഞപ്പനേക്കാളും വലിയ സർപ്രൈസ്ഡ് ആയി പോയത് ഞാനാണ്. കാരണം ഈ സ്റ്റുഡിയോയും മാക്സും ഒക്കെ നമ്മൾ പെൺകുട്ടികളുടെ ഒരു സ്വപ്നമാണല്ലേ. സ്വപ്നം മീൻസ് നമുക്ക് ഏറ്റവും ഇഷ്ടം പോകാനുള്ള സ്ഥലങ്ങളായിരിക്കും ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ സ്റ്റുഡിയോയും മാക്സിന്റെ നടുക്കാണ് ഈ കിഡ്സ് ക്യാപിറ്റോൾ വരുന്നത് കേട്ടോ. അപ്പൊ എനിക്കാണെങ്കിൽ ഇവൻ അവിടെ കളിപ്പിച്ചിട്ട് അങ്ങോട്ട് പോകണം, നല്ലോണം അങ്ങോട്ട് കയറി നിരങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കളക്ഷൻസും സമയമെടുത്ത് നല്ലോണം നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്താണെങ്കിലും കുഞ്ഞപ്പനായിട്ട് ആദ്യം ഇവിടെ വന്നല്ലേ, ഇവിടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. അവിടെ ഷൂവും ചെരുപ്പും ഒന്നും അകത്തേക്ക് ഇടാൻ സമ്മതിക്കില്ല. എല്ലാം നമ്മൾ അവിടെ ഊരി വെക്കണം. അകത്തേക്ക് കയറി ഞാൻ ആ ചേച്ചിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞപ്പനെ കാണുന്നില്ല. അവനൊന്നും ചോദിക്കാൻ പോലും സമയമില്ല. ഇതൊക്കെ കണ്ടപ്പോഴേ എടുത്ത് ഒറ്റ ഓട്ടമായിരുന്നു. ഇവിടെ എല്ലാവർക്കും സോക്സ് നിർബന്ധമാണ് കേട്ടോ. അപ്പൊ ഈ സോക്സ് എന്റെ സോക്സ് ഞാൻ ഷൂവിന്റെ ഉള്ളിൽ ഊരി വെച്ചു പോയി. അപ്പൊ ഞാൻ സോക്സ് ഇടുന്ന എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സോക്സ് ആണ്. കുഞ്ഞപ്പന് സ്വർഗം കിട്ടിയ പോലെയാണ്. കുഞ്ഞപ്പൻ നിന്നിട്ട് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ല. അച്ഛൻ അവൻ്റെ കൂടെ പോയി വീഡിയോ എടുത്ത് സോക്സ് ഇട്ടിട്ട് വരാം. ഗൈസ്, ഞാൻ ചാടാൻ പോവാണ് ഗൈസ്. ദൈവമേ രക്ഷിക്കണേ. 1 2 3 സ്റ്റാർട്ട്. എന്താ
കുഞ്ഞപ്പന് സർപ്രൈസ് കൊടുക്കാൻ പോയിട്ട് ഞാൻ സർപ്രൈസ് ആയെന്ന് പറഞ്ഞില്ലേ, എനിക്ക് എന്തോ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലത്തെ അവസ്ഥയായിരുന്നു ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അവനേക്കാളും കൂടുതൽ കിടന്ന് കളിച്ചത് ഞാനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ പേരെന്താണെന്ന് അറിയത്തില്ല. സ്ക്വയർ ഷേപ്പിലുള്ള ഇങ്ങനെ കുറെ പഞ്ഞി പോലത്തെ സാധനമാണ്. നമ്മൾ എത്ര അതിന്റെ മുകളിലേക്ക് ചാടിയാലും എന്ത് ചെയ്താലും ഒന്നും പറ്റത്തില്ല. അടിപൊളി സാധനമാണ് കേട്ടോ. ഞങ്ങളപ്പം മത്സരം വെക്കാൻ നമുക്ക് നീന്തി നോക്കാന്ന് പറഞ്ഞാൽ അവിടെ കൂടി നടക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ അതിനകത്തേക്ക് കുഴിഞ്ഞു വീണ് പോകും. നോക്കുമ്പോൾ അവിടെ ഭിത്തിയിൽ ഇത് ഇങ്ങനെ ക്ലൈംബ് ചെയ്യാൻ വേണ്ടി നമുക്ക് കയറി പോകാനൊരു സാധനം വെച്ചിട്ടുണ്ട്. കുഞ്ഞപ്പനെ കൊണ്ട് ഞാനത് കയറ്റുവാണ് കേട്ടോ. പക്ഷെ അവൻ അതിൽ പിടിച്ച് കയറാൻ ഭയങ്കര പാട്. ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോവാണ് കേട്ടോ. സംഭവത്തിൽ ഇങ്ങനെ തുള്ളിക്കൊണ്ട് നിന്ന് ഈ ബാസ്കറ്റ് ബോൾ ഇടാൻ വേണ്ടി പാടാണ് ഗൈസ്. നമ്മളിങ്ങനെ ഈ കങ്കാരു കുഞ്ഞിനെ പോലെ തുള്ളിക്കൊണ്ടേയിരിക്കും. അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അതിൻ്റെ അകത്ത് കളിക്കാൻ കേട്ടോ. കിഡ്സിന് മാത്രമല്ല, ഒരു 2-3 ഗെയിംസ് മാത്രമേ ഉള്ളൂ പാരൻസിന് കളിക്കാൻ പാടില്ലാത്തതുള്ളൂ. പാരൻസിൽ ഒരാൾക്ക് ഫ്രീ ആയിട്ട് കയറാം, വേറെ ആൾക്ക് കയറണമെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ചെറിയ എന്തോ പേയ്മെന്റേ ഉള്ളൂ. നല്ല നഷ്ടമായി പോയനെ. ആടെ ഓളെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും, വലിയ ആൾക്കാർക്കും. കണ്ടല്ലോ കുഞ്ഞപ്പന്റെ സന്തോഷം. അങ്ങനെ അതും കഴിഞ്ഞ് അവൻ അതും മതിയായി. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ലേ, കാരണം അവിടെ ഒരുപാട് ഗെയിംസ് ഉള്ളതുകൊണ്ട് ഒരെണ്ണത്തിൽ കളിക്കുമ്പോൾ മറ്റേത് കളിക്കണമെന്ന് തോന്നും, മറ്റേത് കളിക്കുമ്പോൾ തിരിച്ച് ഇതിലേക്ക് തന്നെ വരണമെന്ന് തോന്നും. അങ്ങനെ അവിടെ വേറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെ നിന്ന് കുറച്ച് നേരം അവിടെ ജമ്പ് ചെയ്തൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് നേരെ ഈ ബോൾസിന്റെ അങ്ങോട്ട് പോയി കേട്ടോ. അവിടെ അങ്ങനെ തീയിട്ട് കളിക്കുക, സ്ലൈഡ് ചെയ്ത് കളിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞപ്പൻ സ്ലൈഡ് ചെയ്തു, അവന്റെ പുറകെ ഞാനും കയറി സ്ലൈഡ് ചെയ്തു ഗെയ്സ്. അവിടെ നമുക്ക് പാരൻസിനൊക്കെ കളിക്കാൻ ഒരു കുഴപ്പമില്ല, ഒരുപാട് ബോൾസ് ഉണ്ട്. മുകളിലേക്ക് കയറി പോകും ഗൈസ്. അവിടെ ബോൾ ഉണ്ട്, അതിനുള്ളിൽ ബോൾ ഇട്ട് കൊടുത്താൽ മുകളിലേക്ക് പോകുന്ന ബോൾസ് എല്ലാം കൂടി അവിടെ മുകളിൽ വേറൊരു സംഭവം ഉണ്ട്, അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അത് കഴിഞ്ഞ് അവസാനമാണ് ആ ട്വിസ്റ്റ് എനിക്ക് മനസ്സിലായത്. ആദ്യമൊന്നും ഈ ബോൾ എന്തിനാ നിറയ്ക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു. കുഞ്ഞപ്പനാണെങ്കിൽ എൻ്റെ കൂടെ സ്ഥിരമായിട്ട് നിന്ന് കളിക്കാനുള്ള ക്ഷമയില്ല. അവരിങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ഓരോ സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞു ഗേൾ ബേബീസ് ഒക്കെ ഉണ്ട്, അവരുടെ കൂടെയാണ് കേട്ടോ ഞാൻ കൂടുതൽ നിന്ന് കളിച്ചത്. അപ്പോൾ അവരാകുമ്പോൾ ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്നോളൂല്ലോ. അപ്പോൾ ഞാൻ അവരും കൂടി കുറേ നേരം ബോളൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് നോക്കുമ്പോഴേ കാറ്, സൈക്കിൾ അങ്ങനെയുള്ള സാധനം നിരത്തി വെച്ചിരിക്കുകയാണ്. നമ്മുടെ CD മൂസയിലെ കാറ് പോലത്തെ കാറാണ്. കാല് കൊണ്ടിങ്ങനെ താഴെ കൂടി തുഴഞ്ഞു കൊടുക്കണം, എന്നാലേ അത് ഓടിക്കാൻ പറ്റുള്ളൂ. കുഞ്ഞപ്പന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള കാറ്. അപ്പോൾ ആ കാറൊക്കെ എടുത്ത് അവിടെ റിവേഴ്സ് ചെയ്യുന്നു, നേരെ ചവിട്ടുന്നു, അങ്ങനെ ചവിട്ടുന്നു. അപ്പോഴാണ് ഞാൻ ഈ ജമ്പിങ് ബോൾസ് കണ്ടുപിടിച്ചത്. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് വേറെ ബോളിലേക്ക് ഇങ്ങനെ ചാടി കളിക്കാം. ഞാനത് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ തനിയെ കയറി ട്രെയിനിൻ്റെ മുകളിൽ, കുഞ്ഞു ട്രെയിനിൻ്റെ ബോഗിയാണ്. അപ്പോൾ അതിൽ കയറി അവൻ തന്നെ കണ്ടുപിടിച്ചു ഇങ്ങനെ കൈവച്ച് കാണിച്ചാൽ അത് പോകും എന്നുള്ളത്. അപ്പോൾ അവൻ ആ ട്രെയിനിൽ നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ, പാരൻസിന് ട്രെയിനിൽ കയറാൻ പറ്റില്ല. പിന്നെ അങ്ങനെ 1-2 സാധനത്തിൽ മാത്രം പാരൻസിന് കയറാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിൽ ഒരു റൗണ്ട് കണ്ടില്ലേ നിങ്ങൾ, ആ റൗണ്ടിൻ്റെ ഉള്ളിൽ പിള്ളേർക്ക് കയറാൻ പറ്റുള്ളൂ, നമുക്ക് വലിയവർക്ക് കയറാവുന്ന സൈസ് അല്ല അതിൽ. അതുകൊണ്ടാണ് അതിൽ കയറാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ അവനെയും വിളിച്ചുകൊണ്ട് വന്ന് അവനെ ആ ജമ്പിങ് ബോൾസിൽ കളിപ്പിച്ചു. മറ്റേ ട്രെയിൻ അവന് ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് ഒരുപാട് സമയം കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇതേ സൈക്കിൾ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇവൻ ഓരോന്ന് എടുക്കുന്നത് ഞാൻ അവിടെ അടുക്കി വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. സൈക്കിളൊക്കെ കുറേ നാളായതാണോ എന്ന് അറിയില്ല, അത് ചവിട്ടാൻ പാടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഞ്ഞപ്പൻ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചവിട്ടി.
ഇതായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരുപാട് ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് സാധനമുണ്ട് ഗൈസ്. കണ്ടില്ലേ കുഞ്ഞപ്പൻ അവിടെ വലിയ വലിയ കെട്ടിട കൊടുമരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഫ്ലാറ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഇവിടുത്തെ എല്ലാം കൂടി പിറക്കി വെച്ചത് ഇതുപോലൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയെടുത്തു. അതുപോലെ കണ്ടില്ലേ ഒരുപാട് പീസസ് ആണ്, ടോയ്സിൻ്റെ പീസാണ്. അത് പിള്ളേർക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ച് കാറോ ലോറിയോ ബസ്സോ എയറോപ്ലെയിനോ എന്ത് വേണമെങ്കിലും ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുഞ്ഞപ്പൻ അതിൻ്റെ അകത്തുനിന്ന് ഓരോ കഷ്ണം എടുത്തിട്ട് ഏതാണ് യോജിക്കുന്നതെന്ന് വെച്ചാൽ അതിങ്ങനെ ഫിറ്റാക്കുവാണ് കേട്ടോ. പല ഇത് വേറെ ടോയ്സ്, വേറെ പല പല ടോയ്സ് ഉണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ പസിൽസ് എന്തൊക്കെയാ ഉള്ളത്, ഒരുപാട് സാധനമുണ്ട് ഗൈസ്. ഇത് വീടുണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞാൻ മതിൽ പണിയാൻ പോവാണ്. അപ്പോൾ കുഞ്ഞപ്പൻ എടാ വാടാ മതിൽ പണിയാടാ എന്ന് പറഞ്ഞിട്ട് ഇത് കുറേ ഇങ്ങനെ അവിടെ ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കും. അപ്പോൾ നമ്മൾ അത് വെച്ച് ഇങ്ങനെ ഫിറ്റ് ചെയ്യണം. അവനെ വിളിച്ചിട്ട് അവൻ വന്നില്ല ഗൈസ്. അത് കഴിഞ്ഞത് ഇത് അടിപൊളിയാണ്. നമ്മുടെ കൈ വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പിൽ അപ്പുറത്തെ സൈഡിൽ വരും. ഇവിടെ വെക്കുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് ഷേപ്പാണോ കയ്യിൽ വെക്കുന്നത് അപ്പുറത്തെ സൈഡിൽ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ തെളിഞ്ഞു വരും. അത് നല്ല രസമായിരുന്നു ഗൈസ്. ഇത് മൊത്തത്തില്ലാണ് ഗൈസ്. എനിക്ക് നല്ല പേടിയുണ്ട് എൻ്റെ മോളിൽ കൂടെ അടക്കാൻ. എന്തിനാ പോയത് തല്ല് ഇവിടെ വന്നോളൂ. ഇത് പൊട്ടത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. ദൈവം എന്നെ കാത്തോളേ. വാ കമ്പനിക്ക് വാ. Hey guys, നോക്കൂ guys. കുഴപ്പമില്ല, വീണാലൊന്നും പറ്റൂലല്ലോ. ഇത് അടിപൊളി സാധനമാണ് കേട്ടാ. ഇത് നമ്മൾ വീഴും, തെന്നിപ്പോകും ഇങ്ങനെ. ലില്ലില് കുഞ്ഞപ്പം തെന്നി വീഴും. വീഴാണ്ട് ഞാൻ നമ്മൾ കുരങ്ങൻ തൂങ്ങി തൂങ്ങി പോകുന്ന പോലെ ചാടി ചാടി പോണ പോലെ പോണം. കാണിച്ചരാമേ. അയ്യോ ഇത് വിചാരിച്ച പോലെ അല്ലേ നമ്മളെ ട്രാപ്പാണ്. ഇത് പറ്റത്തില്ല. ഇത് ഞാൻ തോറ്റു. ഞാൻ പടിവാ പോകാം. പിള്ളേരുടെ എനർജിയുടെ കൂടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. കുറേ നാളായില്ലേ ഇത്രയും ഇങ്ങനെ ഓടിച്ചാടി കുത്തി മറിഞ്ഞിട്ട്. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ എല്ലാ ദിവസവും ഇതൊക്കെ സ്ഥിരമുള്ളതുകൊണ്ട് അവനൊരു കുഴപ്പമില്ല. അവസാനം ഞാൻ ആ കസേര എന്താ പറയുക, അതിന് അതിൻ്റെ തിരിപ്പായി കേട്ടോ. അതിൻ്റെ അകത്തൊക്കെ എല്ലാവർക്കും ഇരിക്കാം. ചുമ്മാ ഒന്ന് കറങ്ങിയതാണ്. കറങ്ങി ഫാസ്റ്റ് കൂടിപ്പോയി. അവസാനം അവിടെ എനിക്ക് പണി കിട്ടി ഗൈസ്. തല കറങ്ങി ഞാനൊരു മൂലയിലിരുന്നു. അപ്പോഴാണ് ഈ സംഭവം കണ്ടത്. അയ്യോ ഇതിൻ്റെ പേരെന്തായിരുന്നു. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ നേരത്ത് ഒന്നിൻ്റെയും പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല ഗൈസ്. ആ സംഭവം എടുത്തു. ആദ്യമൊന്നും എനിക്ക് ചെയ്തിട്ട് ശരിയാവുന്നില്ലായിരുന്നു കേട്ടോ. കുഞ്ഞപ്പം കണ്ടില്ലേ, ഞാനൊരു സാധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ ഓടും. പിന്നെ ഞാൻ അവൻ്റെ പുറകെ പോകും. പിന്നെ അത് ഇതൊരു എന്താ പറയുക, എൻ്റെ തലയൊക്കെ അവിടെ ഇടിച്ചുകൊണ്ട് ഗൈസ്. എൻ്റെ ഹൈറ്റിന് പറ്റിയതല്ല. ഞാനിങ്ങനെ കുനിഞ്ഞാണ് അതിൻ്റെ ഉള്ളിൽ കൂടി നടന്നത്. നമുക്ക് പാരൻസിനും ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നടക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞങ്ങൾ വലിച്ച് അത് മുകളിലേക്ക് കയറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി കുഞ്ഞപ്പനെ ഇരുത്തിയിട്ട് ഞാൻ കൈവിട്ട് കൊടുത്തു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ചിലതൊക്കെ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കുമല്ലോ. ഇത് നല്ല രസമാണ് ഇങ്ങനെ തീട്ടി പോകുന്നത്. അങ്ങനെ എന്നെ കയറ്റാൻ അവന് വലിച്ചു പിടിച്ച് എന്നെ കയറ്റി ഇരുത്താൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ തന്നെ ഒരു വിധത്തിൽ അതിനെ വലിച്ചു പിടിച്ച് കയറ്റിയിരുത്തി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു.
ഈ ചില്ലിന്റെ സംഭവമാണ്. എനിക്ക് ഏറ്റവും പേടിയായ സാധനം ഇതാണ് കേട്ടോ. ആ ചേട്ടന്മാരെ വിളിപ്പിച്ച് അവിടെ നടന്ന് കാണിച്ച് തന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമാണ് ഞാൻ ഈ നടക്കുന്നത്. ആദ്യം ഇങ്ങനെയൊന്നും അല്ല കേട്ടോ നടന്നത്, ഭയങ്കര പേടിച്ച് നടന്നു. കുറേ നേരം കഴിഞ്ഞ് പിന്നെ നടന്ന് ശീലമായപ്പോഴാണ് ഇപ്പം ഈ ഇതിൽ കാണുന്ന പോലെ ഓടി നടന്നത്. പിന്നെ ഇത് ഞാൻ പിന്നെ നല്ലോണം ചെയ്തു ഗൈസ്. എനിക്ക് ആദ്യം ചെയ്തിട്ട് ശരിയാകാഞ്ഞിട്ട് പിന്നെ ഞാൻ അത് പ്രാക്ടീസ് ചെയ്ത് അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തി. പോലെ പിടിച്ച് കയറി കുഞ്ഞപ്പന് കയറാൻ പറ്റുന്നില്ല. അവൻ അവിടെ ചവിട്ടാനൊന്നുമില്ല. കേറിക്കോ അച്ഛൻ കൂടി കയറി. ആ കുഞ്ഞിവാ അങ്ങനെ ചേട്ടനെ ഞാൻ കുറേ നിർബന്ധിച്ചിട്ട് കയറിയൊരു സ്ലൈഡാണ് കേട്ടോ ചേട്ടൻ. അത് ഞാനാണെങ്കിൽ എല്ലാ സ്ലൈഡിലും കയറി പാരൻസിന് കയറാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഞാൻ എൻജോയ് ചെയ്തു. ഇതും ഇങ്ങനെ ചാടി കളിക്കുന്ന സംഭവമാണ്. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ അതേ പാരൻസിന് കയറാൻ പറ്റാത്തൊരു സാധനം കാണിച്ചുതരാം. ഇതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് പിള്ളേർക്ക് മാത്രമേ കയറി ചാടി തുള്ളാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിറച്ച് വെള്ളമാണ്. നമ്മൾ പാരൻസ് കയറി ചിലപ്പോൾ പൊട്ടിപ്പോയാലോ. അതിൻ്റെ അടിയിൽ ഇങ്ങനെ മീൻ കുഞ്ഞുങ്ങളുടെ രൂപത്തിലുള്ള കുറേ ടോയ്സ് ടോയ്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ അവിടെ കുറേ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പേര് നമുക്ക് എന്താണോ എഴുതേണ്ടത് അവിടെ എഴുതി വെക്കാം. അപ്പം ഞാൻ കുഞ്ഞപ്പൻ്റെ അഹാൻ എന്നുള്ള പേരും കുഞ്ഞപ്പൻ എന്നുള്ള പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അവിടെ പോവുകയാണെങ്കിൽ കുഞ്ഞപ്പൻ്റെ സ്റ്റിക്കർ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ അവിടെ ബോർഡൊക്കെ ഉണ്ട്. ABCD എഴുതാൻ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതാം, പടം വരയ്ക്കാം, സ്കെച്ച് പേനയും തുടയ്ക്കാനുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ തന്നെ. കുഞ്ഞപ്പനാണെങ്കിൽ ABCD ഒക്കെ എഴുതി ഇതാണ് കേട്ടോ കുഞ്ഞപ്പനെന്നും അഹാനെന്നും എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇതില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന്. മുകളിൽ നിന്ന് അത് തുറന്നപ്പോൾ എല്ലാ ബോൾസും കൂടി താഴെ വീണു കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനപ്പോൾ നേരെ ഓടി ചെന്നിട്ട് ഞാനും കുഞ്ഞപ്പനും കൂടി ബോൾ നിറയ്ക്കാൻ തുടങ്ങി. അതിലേക്ക് നിറയെ ഇങ്ങനെ നിറച്ച് ഞാൻ പറഞ്ഞു ചേട്ടാ മുകളിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് തുറക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓപ്പൺ ചെയ്തതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. നമ്മളതിങ്ങനെ ഒരുപാട് ബോൾസ് ഇട്ടാലേ നിറയുള്ളൂ, ഭയങ്കര ക്ഷമ വേണം. നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലൊരു സെക്ഷൻ ഉണ്ട് ഗൈസ്. ഒരുപാട് ടോയ്സിൻ്റെ ആണ്. ആ ടോയ്സിനൊക്കെ അത്യാവശ്യം വിലയുള്ള ടോയ്സ് ആണ്. കുഞ്ഞപ്പൻ അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അതൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. കാരണം പോകാൻ നേരത്തെ ഫോറമാളി കയറാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ സോപ്പിട്ട് നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് അവിടെ സ്റ്റിക്കറുണ്ട്, അവിടെ ഞാൻ എഴുതി വെച്ചു. അവിടെ അഹാൻ, അഖിൽ, അൻസ ഞങ്ങളുടെ 3 പേരുടെയും പേര് എഴുതി. അപ്പോൾ അത് അവിടെ പോപ്കോണും ചായയും സ്നാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പഴംപൊരി, ബർഗർ, സാൻഡ്വിച്ച് അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ഫീസിൻ്റെ കാര്യങ്ങൾ. അത് നിങ്ങളൊന്ന് നിർത്തി കണ്ട് വായിച്ച് നോക്കണം. അവിടെ 1 മണിക്കൂറത്തേക്ക് എത്രയാണ് ഫീസ് കാര്യങ്ങളെല്ലാം അവിടെ. ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു, അടിപൊളിയായിരുന്നു കേട്ടോ. കുട്ടികളായിട്ട് വരാൻ പറ്റിയ ഏറ്റവും അടിപൊളി സ്ഥലമാണ്. കുറേ നേരം എൻജോയ് ചെയ്യാൻ പറ്റി. എനിക്കും കുഞ്ഞപ്പൻ ഇവിടുന്ന് പോകണമെന്നേ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ സമയം വൈകിയതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ്. കിഡ്സിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് ഗൈസ്. ഞങ്ങൾ പോകാൻ പോവാണ്. ഞങ്ങളുടെ കളിയെല്ലാം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ ചെരുപ്പ് ഇവിടെ ആയിരുന്നു വെച്ചിരുന്നത്. ചെരുപ്പ് ഊരി വെച്ചിട്ട് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അതുപോലെ കളിക്കുന്ന സമയത്ത് സോക്സ് ഇട്ട് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ കയ്യിൽ സോക്സ് ഇല്ലെങ്കിൽ നമ്മൾ അകത്ത് സോക്സ് അവിടെ ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച സോക്സാണ് ഇന്ന് ഈ കാലം കിടക്കുന്നത്. കുഞ്ഞപ്പൻ കരച്ചിലാണ് ഗൈസ്. അവന് ഇവിടുന്ന് പോകാൻ ഒരു താല്പര്യമില്ല, അവൻ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്തൊക്കെ പോയായിരുന്നു കേട്ടോ. അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ചേട്ടന്മാരുമാണ്, അവരായിട്ടൊക്കെ സംസാരിക്കാണ് പോകാൻ നേരത്ത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഈ ചേട്ടന്മാരാണ് നമ്മുടെ അവിടെ ഹെൽപ്പൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.